SIRൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഇലക്ഷൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഇലക്ഷനോടനുബന്ധിച്ചും വോട്ടർ ചേർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ആളായിട്ട് വരുന്നത് വില്ലേജ് ഓഫീസറുടെ ആ മേഖലയിലൂടെയാണ്. അവർ സാധാരണഗതിയിൽ BLOമാരെയും BLAമാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്ത് കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത് സാധാരണ പതിവാണ്. പ്രത്യേകിച്ച് എല്ലാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 3 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരും. ഒന്ന് ലോക്സഭ, രണ്ടാമത് നിയമസഭ, പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതാണിപ്പോൾ കേരളത്തിൽ വരാനുള്ളത് അടുത്ത മാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അടിയന്തരമായ രീതിയിൽ എങ്ങനെയാണ് ഇലക്ഷൻ നേരിടേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വോട്ടർമാരെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിൻ്റെ നിയമാവലികൾ, സ്ഥാനാർത്ഥികൾ പോസ്റ്റർ ഒട്ടിക്കേണ്ടത്, പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്, പൊതു ഇടങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ, ഇലക്ഷൻ കമ്മീഷൻ്റെ കൃത്യമായിരിക്കുന്ന നിയമവ്യവസ്ഥകൾ BLOമാർക്കും BLAമാർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിനേക്കാണ് ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ SIRുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ ഇത്തരം ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല. വില്ലേജ് ഓഫീസർമാർ BLOമാരെയും BLAമാരെയും വിളിച്ചിട്ടില്ല, അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആൾ BLOമാരല്ല BLAമാരാണ്. അവരോട് ഈ കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോഴും അനുഭവിക്കുന്നു. ഫോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൃത്യമായ രീതിയിൽ എല്ലാ വീട്ടിലേക്ക് എത്തിക്കാൻ BLOമാർക്ക് സാധിച്ചിട്ടില്ല. അതേക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അറിവുകളില്ലാത്തത് കൊണ്ട് BLAമാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നില്ല. ഈ റൂട്ടിലൂടെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ SIR സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ സ്ഥിതി കാര്യങ്ങളെക്കുറിച്ച്. BLO എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസറാണ്. അവരാണ് നമ്മൾക്ക് എന്യൂമറേഷൻ ഫോം കൊണ്ടുതരുന്നത്. അവരാണ് ഇത് വീട്ടിലെത്തിക്കുന്നത്, തിരിച്ചു വാങ്ങുന്നത്, സംശയ നിവാരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ BLO ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. അത് ഗവൺമെൻറ് ശമ്പളത്തിലുള്ള ആളുകളായിരിക്കും ഇത്തരം പ്രവർത്തികൾ ചെയ്യാറുള്ളത് സാധാരണ. അവർ റിട്ടയർഡ് ആയാൽ പകരം ബൂത്ത് ലെവൽ ഓഫീസർ BLOമാരെ അടുത്തതായിട്ട് സർക്കാരാണ് നിയമിക്കുന്നത്. അതിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ BLAമാരാണ്. BLA ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ. ഈ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും BLOമാരും ബൂത്ത് ലെവൽ ഓഫീസറും ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും സംയുക്തമായ രീതിയിൽ അവരെ നിയന്ത്രിക്കേണ്ടത് വില്ലേജ് ഓഫീസർമാരുടെ ആ തസ്തികയിലുള്ള ആൾക്കാരാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇത്തരം എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് അതിൻ്റെ ആധികാരിക സ്ഥാനത്തിരിക്കുന്ന വില്ലേജ് ഓഫീസറൊക്കെ അതിന് ആ സംശയ നിവാരണം നൽകി കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. ഇനി അവർക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥർ തഹസിൽദാറോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ ആയിരിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഈ സംശയ നിവാരണം ഉണ്ടാക്കിയിട്ട് ഏകോപനത്തോടു കൂടി ജനാധിപത്യ പ്രക്രിയ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാന തെരഞ്ഞെടുപ്പിനോട് ഒട്ടി നിൽക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് ഇലക്ഷനോടനുബന്ധിച്ച് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഈ പറയപ്പെട്ട SIRുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമായിരിക്കുന്ന കാര്യമാണ്. വാർഡ് തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 17,337 വാർഡ് മൊത്തത്തിൽ കേരളത്തിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അനുമാനം അങ്ങനെയാണ്. മുനിസിപ്പാലിറ്റിയുടെ നോക്കുന്ന സമയത്ത് 3,241 മുനിസിപ്പൽ വാർഡുകളാണുള്ളത്. കോർപ്പറേഷൻ നോക്കുന്ന സമയത്ത് 421 വാർഡുകളാണ് അങ്ങനെ ഉള്ളത്. മൊത്തത്തിൽ 21,000-നും 21,500-നും ഇടയിലാണ് മൊത്തം വാർഡുകൾ നോക്കുന്ന സമയത്ത് ഉണ്ടാവുക. 21,000 നമ്മൾ ഒരു കണക്ക് ഏകദേശം പറയുന്നതെങ്കിൽ 21,000 വാർഡിലേക്ക് 21,000 BLO ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാരെയാണ് സർക്കാർ നിയമിക്കുക. അപ്പോൾ ഒരു വാർഡിൻ്റെ ചുമതല ആ ഉദ്യോഗസ്ഥനായിരിക്കും. ആ വാർഡിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1000 വോട്ടർമാർ, 1000 വോട്ടർമാരല്ല കണക്കാക്കുന്നത്, ഏകദേശം 1000 വീടുകളെങ്കിലും, അതായത് ഒരു 700 മുതൽ 1000 വരെ വീടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 1000-ൻ്റെ മേലെ വോട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. 1000 മുതൽ 1400, 1500 ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഏകദേശം 1000-നോട് അനുബന്ധിച്ചുള്ളതുകൊണ്ട് ഏകദേശം കണക്കാക്കുന്ന സമയത്ത് 1000 വോട്ട് എന്നുള്ള 1200 വോട്ട് അങ്ങനെയൊക്കെയാണ് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ 1000 വോട്ടാണെങ്കിലും ഈ 1000 വോട്ടർമാരെയും കാണുക, അവരുമായിട്ട് സംസാരിക്കുക, അവർക്ക് ഈ പറയപ്പെട്ട ഈ എന്യൂമറേഷൻ ഫോം നൽകുക, തിരിച്ചു വാങ്ങുക, പൂരിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുക, മേലുദ്യോഗസ്ഥർക്ക് നൽകുക. മേലുദ്യോഗസ്ഥർ നൽകുക എന്നത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഈ പറയപ്പെട്ട എന്യൂമറേഷൻ ഫോം അവർക്ക് നൽകുന്നത്, അത് വോട്ടർ നൽകുന്നത് അടിച്ച് ടൈപ്പ് ചെയ്ത് ക്ലിയറാക്കുക. ഈ ജോലിയെല്ലാം ചെയ്യേണ്ടത് ആരാണ്? BLOമാരാണ്.
എന്നാൽ BLAമാർ അതിൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് ഗവൺമെൻറ് തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചേർത്തിട്ടുണ്ടെങ്കിൽ വലിയ ആശ്വാസം കിട്ടും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വാർഡിൽ ഒരു BLAമാരുണ്ടാവും, ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ടാവും. ഒരു പ്രദേശത്ത് 5 രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ 5 BLAമാരുണ്ടാവും, ഒരു BLO ഉണ്ടാവും. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നമാണല്ലോ ഇത്. അപ്പോൾ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി BLAമാർക്ക് എളുപ്പം സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ BLAമാർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. അവർ വോട്ടർ പട്ടിക കൃത്യമായ രീതിയിൽ പഠിക്കുന്നവരാണ്, അവർക്ക് മനസ്സിലാകുന്നവരാണ്. ഒരു പ്രദേശം, ഒരു വാർഡിൽ കൃത്യമായ രീതിയിൽ വോട്ടർ പട്ടിക പഠിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എവിടെ, ഒരാളുടെ പേര് പറഞ്ഞാൽ, വീട്ടുപേര് പറഞ്ഞാൽ അത് ഇന്ന സ്ഥലത്താണ് വീട്, ഇത്ര പേര് അവിടെ ഉണ്ട്, ഇന്നതാണ് അവരുടെ സ്ഥിതി, അവിടുത്തെ സാമൂഹിക പശ്ചാത്തലം ഇങ്ങനെയാണ് സ്ഥിതി, വളരെ കൃത്യതയോടുകൂടി പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു BLO ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുകയില്ല. കാരണം BLOമാർ എല്ലാ വീട്ടിലും കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവം. ഇതുപോലുള്ള ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടൊക്കെ ഒന്ന് കയറുക എന്നല്ലാതെ അങ്ങനെ നടക്കാറില്ല. മാത്രമല്ല ഈ പറയപ്പെട്ട ന്യൂമറേഷൻ ഫോമുമായിട്ട് എല്ലാ BLOമാരും എല്ലാ വീട്ടിലും കയറിയിട്ടും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ BLAമാർക്ക് ഇത് ഏൽപ്പിച്ച് കൊടുത്താൽ, അവർക്ക് കൃത്യമായ രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുത്താൽ അവർക്കതിന് രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അവരാണ് യഥാർത്ഥത്തിൽ കളക്ട് ചെയ്തിട്ട് ഈ BLAമാരെ ഏൽപ്പിക്കേണ്ടത് എന്നൊരു നിർദ്ദേശം നൽകിയാൽ ഈ പ്രശ്നം വളരെ എളുപ്പത്തിൽ അവസാനിക്കുന്നതാണ്. ഈ BLAമാരെ മാറ്റി നിർത്തിയിട്ടാണ് BLOമാർ എന്ത് ചെയ്യുന്നത്, ഈ സേവനം ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. കാരണം അവർക്കിത് പഠിക്കാൻ ഒരു പുതിയ BLO ഉദ്യോഗസ്ഥൻ ആ പ്രദേശത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു വർഷമെങ്കിലും വേണ്ടി വരും. ഓരോരോ വോട്ടർ പട്ടിക എടുത്തിട്ട് ഒരു വീട്ടിൽ 6 പേരുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ വോട്ടർ പട്ടികയിൽ ഈ 6 വ്യക്തികളും 6 സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ 3 ആൾ ഒരു സ്ഥലത്തായിരിക്കും, 3 ആൾ വേറെ സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ 5 ആൾ ഒരു സ്ഥലത്തായിരിക്കും, ഒരാൾ ചിലപ്പോൾ എന്താവും പുതിയ വോട്ടർ പട്ടികയിൽ പുതിയ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയിലായിരിക്കും. ചിലപ്പോൾ അത് കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയതുണ്ട്. അങ്ങനെ വ്യത്യസ്തമാണ് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം. ഇതിലൊക്കെ പഠിച്ചു വരിക എന്ന് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എളുപ്പം സാധിക്കും, ഇവർക്ക് എളുപ്പം സാധിക്കുകയില്ല. അതിൻ്റെ ഒരു പ്രയാസ ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആരാ, ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇതിനൊരു കൃത്യത ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ BLAമാർ ചേർന്ന് നിന്നുകൊണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പല ഏകോപന അഭിപ്രായങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റ് ബോർഡുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൊടിതോരണങ്ങളൊക്കെ പൊതുസ്ഥലങ്ങൾ ഗവൺമെൻറ് തലത്തിലൊക്കെ വെക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെ സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർമാർ BLAമാർക്കാണ് നിർദ്ദേശം കൊടുക്കുക. അവർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കണക്ഷനുണ്ട്, ഒരു ബന്ധങ്ങളുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ ദിവസം തന്നെ പല വിഷയങ്ങളുണ്ടാകുന്ന സമയത്തും ഈ ഐഡൻറ്റി കാർഡ് ഇല്ലെങ്കിൽ, ഐഡൻറ്റി കാർഡ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, രേഖകളില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇരട്ടിപ്പ് പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇവിടെ എത്തിയ ശേഷം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് വോട്ടർ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയത്. അങ്ങനത്തെ കുറേ സങ്കീർണമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് വളരെ പക്വതയോടുകൂടി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി BLAമാരുണ്ടെങ്കിൽ, ഏജൻറ്റുമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഈ ഏജൻറ്റുമാരില്ലാതെ അവരെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു പ്രവൃത്തിയാണ് കൃത്യമായ രീതിയിൽ ഇത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കാത്തത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ സാധിക്കുന്നതാണ്. ഇപ്പോൾ പറയുന്ന ഈ ഡിസംബർ 4-ാം തീയതിയോടുകൂടി കംപ്ലീറ്റ് അവസാനിക്കണം എന്ന് പറയുമ്പോൾ പകുതി പോലും എന്യൂമറേഷൻ ഫോം കിട്ടാത്തവർ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പകുതി പോലും ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നൊക്കെ പറയും. മാത്രമല്ല ഇത് ഫോം കൊടുത്താൽ തന്നെ ഈ വിഷയം തീരുന്നില്ല. പകരം എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്ത് തിരിച്ചു കൊടുക്കണം. തിരിച്ച് കൊടുത്തത് അത് പരിശോധിക്കണം, പരിശോധിച്ചത് ഉറപ്പ് വരുത്തണം, എന്നിട്ട് ഒരു കോപ്പി തിരിച്ചു കൊടുക്കണം. ഇതിനൊക്കെ ഒരുപാട് സമയങ്ങളെടുക്കും. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇപ്പോൾ ഈ പറയപ്പെട്ട എന്യൂമറേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതി 11-ാം തീയതി ഇലക്ഷനായി. ഡിസംബറിൽ ഇനി 10 ദിവസം, കുറഞ്ഞ ദിവസം 20 ദിവസം, കുറഞ്ഞ ദിവസങ്ങളാണ് അതിൽ ബാക്കിയുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകാനുണ്ട്. അതിനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നിയമിക്കേണ്ടതുണ്ട്. ആ മേഖലയിലൊന്നും സ്പർശിക്കാൻ പറ്റാത്ത വിധം ഒരു അശാസ്ത്രീയമായിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ നീങ്ങുന്നു എന്നാണ് ഈ SIRമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ നമ്മൾക്ക് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.